അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിലേക്ക് ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ഗ്രേവി ടൈപ്പ് ആവുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് ചപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.